നമസ്കാരം. പൂനെ നിയമ സർവകലാശാലയിലെ നിയമ വിദ്യാർത്ഥിനിയും ഇൻസ്റ്റഗ്രാം ഇൻഫ്ലുവൻസറുമാണ് ശർമിഷ്ഠ പനോളി. ഓപ്പറേഷൻ സിന്ദൂറുമായി ബന്ധപ്പെട്ട് വർഗീയ പരാമർശം നടത്തിയെന്ന് ആരോപിക്കപ്പെട്ട് ശർമിഷ്ഠ പനോളി എന്ന 22-കാരിയെ കഴിഞ്ഞ ദിവസമാണ് കൊൽക്കത്ത പോലീസ് അറസ്റ്റ് ചെയ്തത്. ഇതുമായി ബന്ധപ്പെട്ട് സൈബറിടത്തിൽ വലിയ വിവാദമാണ് ഉടലെടുത്തിരിക്കുന്നത്. സോഷ്യൽ മീഡിയ പോസ്റ്റിന്റെ പേരിൽ അന്തർസംസ്ഥാന പോലീസ് ഇടപെടലടക്കം വിവാദങ്ങൾക്ക് വഴിവെച്ചിട്ടുണ്ട്. ഓപ്പറേഷൻ സിന്ദൂറുമായി ബന്ധപ്പെട്ട് ബോളിവുഡ് താരങ്ങൾ നിശബ്ദത പാലിക്കുന്നുവെന്നായിരുന്നു ശർമിഷ്ഠ തന്റെ വിവാദ വീഡിയോയിൽ പറഞ്ഞത്. വീഡിയോയിൽ പ്രത്യേക മതവിഭാഗത്തെ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള പരാമർശങ്ങളും ഉണ്ടായിരുന്നു. വിവാദമായതോടെ വീഡിയോ നീക്കം ചെയ്യുകയും ശർമിഷ്ഠ മാപ്പ് പറയുകയും ചെയ്തു. എന്നാൽ വീഡിയോ നീക്കം ചെയ്യുന്നതിന് മുൻപ് തന്നെ ശർമിഷ്ഠയ്ക്കെതിരെ കൊൽക്കത്ത പോലീസിന് പരാതി ലഭിച്ചു. പോലീസ് അവർക്കെതിരെ എഫ്ഐആറും രജിസ്റ്റർ ചെയ്തു. വെള്ളിയാഴ്ച രാത്രിയിലാണ് കൊൽക്കത്ത പോലീസ് ശർമിഷ്ഠയെ ഗുരുഗ്രാമിൽ വെച്ച് അറസ്റ്റ് ചെയ്യുന്നത്. എന്നാൽ വീഡിയോ നീക്കം ചെയ്യുന്നതിന് മുൻപ് തന്നെ ശർമിഷ്ഠയ്ക്കെതിരെ കൊൽക്കത്ത പോലീസിന് പരാതി ലഭിച്ചു. പോലീസ് അവർക്കെതിരെ എഫ്ഐആറും രജിസ്റ്റർ ചെയ്തു. നിയമ വിദ്യാർത്ഥിനിയും ഇൻസ്റ്റഗ്രാം ഇൻഫ്ലുവൻസറുമായ ശർമിഷ്ഠ സാമൂഹ്യ രാഷ്ട്രീയ വിഷയങ്ങളിലുള്ള തന്റെ നിലപാടുകൾ തുറന്നു പറയുന്ന വ്യക്തിയാണ്. ഇത്തരം വീഡിയോകളാണ് അവരെ സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധേയാക്കിയത്. പഹൽഗാമിൽ ഭീകരാക്രമണത്തിന് ശേഷം ഇന്ത്യയുടെ നിലപാടിനെ ചോദ്യം ചെയ്ത് സോഷ്യൽ മീഡിയയിൽ ഒരു പാകിസ്ഥാൻ യുവാവ് എത്തിയിരുന്നു. ഇതിനുള്ള മറുപടി 2025 മെയ് 14 ശർമിഷ്ഠ തന്റെ സോഷ്യൽ മീഡിയ അക്കൗണ്ടിൽ പോസ്റ്റ് ചെയ്തു. ഈ വീഡിയോയിൽ ഓപ്പറേഷൻ സിന്ദൂറിൽ ബോളിവുഡ് നടന്മാർ പാലിച്ച മൗനത്തെ നിശിതമായി വിമർശിച്ചിരുന്നു. ഇതാണ് വിവാദമായത്. മുസ്ലിം പ്രവാചകന്മാരെ അധിക്ഷേപിച്ചു എന്നതായിരുന്നു ശർമിഷ്ഠയ്ക്കെതിരായ മറ്റൊരു ആരോപണം. വീഡിയോ വൈറലായതോടെ അറസ്റ്റ് ശർമിഷ്ഠ പോലുള്ള ഹാഷ്ടാഗുകൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ നിറഞ്ഞു. ഒപ്പം വധഭീഷണിയും. നിരവധി പരാതികളാണ് ശർമിഷ്ഠയ്ക്കെതിരെ കൊൽക്കത്ത പോലീസിന് ലഭിച്ചത്. ശർമിഷ്ഠയ്ക്കും കുടുംബത്തിനും വക്കീൽ നോട്ടീസ് അയച്ചെങ്കിലും കൈപ്പറ്റാൻ വീട്ടിൽ ആളുണ്ടായിരുന്നില്ല. നോട്ടീസുകൾ കൈപ്പറ്റാത്തതിനാലും മറുപടി ലഭിക്കാത്തതിനാലും കൊൽക്കത്തയിലെ കോടതി അറസ്റ്റ് വാറന്റ് പുറപ്പെടുവിച്ചു. അങ്ങനെ അവർ അറസ്റ്റിലായി. കൂടുതൽ അന്വേഷണത്തിനും ഫോറൻസിക് പരിശോധനയ്ക്കുമായി പോലീസ് ശർമിഷ്ഠയുടെ ലാപ്ടോപ്പും ഫോണും പിടിച്ചെടുത്തിരിക്കുകയാണ്. ശനിയാഴ്ച അലിയപ്പൂർ കോടതിയിലായിരുന്നു ശർമിഷ്ഠയുടെ വിചാരണ നടത്തിയത്. ജാമ്യത്തിന് അപേക്ഷിച്ചെങ്കിലും ലഭിച്ചില്ല. അവരെ ജൂൺ 13 വരെ ജുഡീഷ്യൽ കസ്റ്റഡിയിൽ വിടുകയും ചെയ്തു. നിയമപരമായി സാധ്യമായ എല്ലാം ചെയ്തു. വക്കീൽ നോട്ടീസ് കുടുംബത്തിന് നൽകാൻ ശ്രമിച്ചെങ്കിലും അവർ ഒളിവിലായിരുന്നതിനാൽ അത് കൈപ്പറ്റിയിരുന്നില്ല. ഇതേ തുടർന്നായിരുന്നു കോടതി അറസ്റ്റ് വാറന്റ് പുറപ്പെടുവിച്ചത്. തെറ്റിദ്ധരിപ്പിക്കുന്നതും വിവാദമുണ്ടാക്കുന്നതുമായ കാര്യങ്ങളിൽ നിന്ന് ആളുകൾ വിട്ടുനിൽക്കണമെന്നും കൊൽക്കത്ത പോലീസ് പറഞ്ഞു. വിവാദങ്ങൾക്ക് പിന്നാലെ നടിയും രാഷ്ട്രീയ നേതാവുമായ കങ്കണ റണൌട്ട് ശർമിഷ്ഠയ്ക്ക് പിന്തുണയുമായി രംഗത്ത് വന്നിരുന്നു. ശർമിഷ്ഠ തന്റെ വീഡിയോയിൽ ചില അസുഖകരമായ വാക്കുകൾ ഉപയോഗിച്ചിരുന്നു എന്നത് ഞാനും ശരിവെക്കുന്നു. എന്നാൽ ഈ കാലത്ത് എല്ലാ യുവാക്കളും ഉപയോഗിക്കുന്ന വാക്കുകളാണിത്. അവർ താൻ ചെയ്തതിന് മാപ്പ് പറഞ്ഞു. പോസ്റ്റ് പിൻവലിക്കുകയും ചെയ്തു. ഇനിയും അവരെ ഉപദ്രവിക്കുകയും ഭീഷണിപ്പെടുത്തുകയും ചെയ്യരുതെന്നും ശർമിഷ്ഠ ഉടൻ വിട്ടയക്കണമെന്നും കങ്കണ വ്യക്തമാക്കി. എന്നാൽ പിന്തുണ അറിയിച്ചതിന് പിന്നാലെ കങ്കണയെ അനുകൂലിച്ചും പ്രതികൂലിച്ചും ആളുകൾ രംഗത്തെത്തി. കങ്കണ വിവാദ പ്രസംഗത്തെ നിസ്സാരവൽക്കരിക്കുകയാണ് എന്നതായിരുന്നു പ്രധാന ആക്ഷേപം. ശർമിഷ്ഠയുടെ അറസ്റ്റിന് ശേഷം നിരവധി ആളുകൾ ചേരിതിരിഞ്ഞ് വാഗ്വാദം ആരംഭിച്ചിരിക്കുകയാണ്. ഇത്തരം പരാമർശങ്ങൾ ഇനിയും ഉണ്ടാകാതിരിക്കാൻ മാതൃകാപരമായി ശിക്ഷിക്കണമെന്ന് ഒരു പക്ഷവും മാപ്പ് പറഞ്ഞതിനാൽ ക്ഷമിക്കാമെന്നും മറ്റൊരു പക്ഷവും പറയുന്നു. ശർമിഷ്ഠ ജുഡീഷ്യൽ കസ്റ്റഡിയിലായതോടെ സോഷ്യൽ മീഡിയ ചർച്ചകൾ കൂടുതൽ ചൂടുപിടിച്ചിരിക്കുകയാണ്. ശർമിഷ്ഠ പനോളിക്ക് പിന്തുണയുമായി ഡച്ച് പാർലമെന്റ് അംഗമടക്കം രംഗത്ത് വന്നിരുന്നു. പാർട്ടി ഫോർ ഫ്രീഡം നേതാവ് ഗീർട്ട് വൈൽഡേഴ്സ് ആണ് ശർമിഷ്ഠ പനോളിക്ക് പിന്തുണയുമായി എത്തിയത്. ശർമിഷ്ഠ പനോളിയെ മോചിപ്പിക്കുക, അവരെ അറസ്റ്റ് ചെയ്തതിലൂടെ അഭിപ്രായ സ്വാതന്ത്ര്യത്തിന് മേൽ കളങ്കമുണ്ടായി, പാകിസ്ഥാന്റെ മുഹമ്മദിനെയും കുറിച്ച് സത്യം സംസാരിച്ചതിന് അവരെ ശിക്ഷിക്കരുത്, അവരെ സഹായിക്കൂ എന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ടാഗ് ചെയ്ത് ഗീർട്ട് വൈൽഡേഴ്സ് സാമൂഹ്യ മാധ്യമത്തിൽ കുറിച്ചു. ശർമിഷ്ഠയുടെ അറസ്റ്റിന് പിന്നാലെ ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജിയെ വിമർശിച്ച് ജനസേന നേതാവ് പവൻ കല്യാൺ രംഗത്ത് വന്നിരുന്നു. ഓപ്പറേഷൻ സിന്ദൂറിന്റെ സമയത്ത് നിയമ വിദ്യാർത്ഥി ശർമിഷ്ഠ പറഞ്ഞ ചില വാക്കുകൾ ചിലരെ വിഷമിപ്പിച്ചു. തെറ്റ് മനസ്സിലാക്കി വീഡിയോ ഡിലീറ്റ് ചെയ്ത അവർ മാപ്പും പറഞ്ഞു. ബംഗാൾ പോലീസ് ഉടനടി ശർമിഷ്ഠയ്ക്കെതിരെ നടപടിയെടുത്തു. തൃണമൂൽ കോൺഗ്രസിന്റെ എംപിമാർ സനാതന ധർമ്മത്തെ പരിഹസിച്ചപ്പോൾ എന്താണ് ഉണ്ടായത്? എവിടെയാണ് മാപ്പ്, എവിടെയാണ് അറസ്റ്റ് എന്നും പവൻ കല്യാൺ എക്സിൽ ചോദിച്ചു.